ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ള. ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ഓവറോൾ എനർജി വീൽ ഓർ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവരുടെ യഥാർത്ഥ ഫീലിങ്സ് നമുക്ക് നോക്കാം. നിങ്ങളോടുള്ള 9 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇനി നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. യെസ് കപ്സിൻ്റെ എനർജി ഉണ്ട്. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഭയങ്കരമായിട്ട് സ്നേഹം ഒരുപാടുള്ളതായിട്ടാണ് കാണുന്നത്. ഉള്ളതിനേക്കാൾ ഒരുപാട് അവർ ഈ ഒരു സമയത്ത് അവർക്ക് ഫീലിങ്സ്, നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്രയും ഈ ഒരു ടൈമിലുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അതെന്ന് പറഞ്ഞത് ഒരു മാറ്റത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷേ എങ്കിലും ഈ ഒരു സമയത്ത് അവരുടെ യഥാർത്ഥ ഫീലിങ്സ് നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഭയം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ. അതുപോലെ തന്നെ ദി മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. ശരിക്കും ഈ വ്യക്തി മറ്റാരെയൊക്കെയോ ഭയക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരുപാട് നിങ്ങളെ സ്നേഹം ഉണ്ടെങ്കിലും അവരാരൊക്കെയോ ഭയക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ടത്. ആ ഒരു ഭയം അവർക്ക് ഇപ്പോഴും ഉള്ളിലുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആൾ ഈ ഒരു സമയത്ത് ഒരു ഭയം വരുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എംപറർ എനർജിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി കുറച്ചൊരു ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ആൾ എന്ന് പറയുന്നത്, ആളൊരു കാര്യം തീരുമാനിച്ചാൽ അത് ഉറപ്പാണ്, ആ കാര്യം നേടിയെടുക്കും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആൾക്കൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനം ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രം. മറ്റുള്ളവർ പറഞ്ഞാലൊന്നും ആ വ്യക്തി എടുക്കണമെന്നില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ഒരുപാട് പറഞ്ഞതിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ വ്യക്തിയെടുത്ത് പറഞ്ഞതിനെ കൊണ്ടൊന്നും അതിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കുകയോ ചെയ്യില്ല. ആളുടെ ഉള്ളിൽ നിന്ന് വരണം ആ ഒരു തീരുമാനം. ഇപ്പോൾ ഈ വ്യക്തി, അതാണ് ആ വ്യക്തിയുടെ സ്വഭാവം. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ ഏറ്റെടുത്തത് തന്നെയാണ് ആൾ. അങ്ങനെ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ, ആളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് അത് വിജയിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് ആക്ഷൻ എടുക്കേണ്ട ഒരു മൂഡിൽ തന്നെയാണ് ഉള്ളത്. മനസ്സിൽ ആൾ ചിന്തിക്കുന്നുണ്ട്. സ്റ്റാറാണ്. തീർച്ചയായിട്ടും ആളൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ആൾക്ക് ഈ ഒരു ജീവിതശൈലിയിൽ നിന്നും ഒരു മാറ്റം ആൾ പ്രതീക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ഒരു വിള്ളലുകൾ വന്നതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു തടസ്സങ്ങൾ, വിള്ളലുകൾ, അതുപോലെ തേർഡ് പാർട്ടി കണക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ആൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. പക്ഷെ അതിലൊരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത് തന്നെയാണ്, മെജീഷ്യനാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി ഈ ഒരു ബന്ധത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ സ്വയം തീരുമാനിച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും നല്ലൊരു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മറുപടി ഈ വ്യക്തി തരും. പക്ഷെ തന്നെ എടുക്കണം, ഒരു മുൻകൈ എടുക്കേണ്ടത് ആളാണ്. പക്ഷെ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ പോലും രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. പക്ഷേ ഏറ്റവും പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. എഫേർട്ട് എടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ കണക്ഷനിൽ പരിശ്രമിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഈ വ്യക്തിയെ അലട്ടുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ്, ഏജ് ഡിഫറൻസിൻ്റെ എല്ലാം വ്യത്യാസം കൊണ്ടും ചില സാഹചര്യത്തിൽ ഈ ഒരു പ്രശ്നമൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്കെല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുണ്ടാവും. കുറച്ച് 10% അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം
ഇങ്ങനെ ഒരു അവസ്ഥ നേരിടുന്നത്. 9 ഓഫ് വാൻസ്, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും, ഉറപ്പാണ്. കാരണം ആൾക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ശരി, ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിന് അത്ര വലിയൊരു ഇതല്ല, മൂൺകാർഡാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നിങ്ങളെ നേടണമെങ്കിൽ തന്നെ സാധാരണ ഇതല്ല, നല്ല രീതിയിലുള്ള സ്ട്രഗിള് ഈ വ്യക്തിക്ക് അത്യാവശ്യം ഒന്നാണ് കാണുന്നത്. അതേപോലെ പേജ് ഓഫ് ഷോർട്സ് ആണ്. ആൾക്ക് ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു മൂഡ് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് കേട്ടോ. എന്ത് സിറ്റുവേഷനാ ഇതിനകത്തുണ്ടെങ്കിൽ ശരി, ഇപ്പോൾ ഒരു നിലവിൽ ഈ ഒരു ബന്ധത്തിൽ വലിയൊരു വിള്ളലുകൾ വന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വലിയൊരു ഡെത്ത് സിറ്റുവേഷനിലാക്കി ആയതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു എൻഡ് ആയതുപോലെ, അല്ലെങ്കിൽ ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയ എങ്ങനെയായാലും ശരി, ഒരു ലെസ് കോണ്ടാക്ട് എങ്ങനെയായാലും ഇതിനകത്തൊരു മാറ്റം വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ടവർ സിറ്റുവേഷനിലൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ, ഒരു ആക്സിഡൻറ്റ് പോലെ, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഭയങ്കരമായിട്ടുള്ള തകർച്ചയിലാണ് കാണുന്നത് ഈ ഒരു ബന്ധം. പക്ഷെ അതിനകത്ത് ഇനി ഒരു നല്ലൊരു ചേഞ്ചാണ് ഇനി വരാൻ പോകുന്നത്. പെട്ടെന്ന് ഈ വ്യക്തിയുടെ ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ആള് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഈ വ്യക്തി ചിന്തിച്ചു കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇനി ഈ ഒരു ബന്ധത്തിൽ മാറ്റം വരുത്തേണ്ടതെന്നൊക്കെയുള്ളത് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ആ വ്യക്തി തീർച്ചയായിട്ടും അതിനൊരു മുൻഗണന എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരും നിങ്ങളുടെ വ്യക്തി. പക്ഷെ ആൾക്കത് ഈ ഒരു സമയത്ത് ചില സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് ഭയങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഭയത്തെ ആൾ മറികടന്ന ആൾ ഇതിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്കിടയിൽ കേട്ടോ. തീർച്ചയായിട്ടും ഒരു മാരേജൊക്കെ കാണുന്നുണ്ട്, ഒരു റിയൂണിയനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആളുടെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ അങ്ങനെ എന്താ പറയുക, തുറന്ന് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല. എല്ലാ സമയത്തും ഒരുപോലെയല്ല ആൾ. അപ്പോൾ നിങ്ങൾ ചില സാഹചര്യത്തിൽ ആളെ തെറ്റിദ്ധരിക്കും, ആൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഇടയ്ക്ക്. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അനുഭവിച്ചതാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ അതൊക്കെ ഉള്ളിൽ ഒതുക്കി വെക്കുകയാണ്. എന്ന് വെച്ച് നിങ്ങളോടുള്ള ഇഷ്ടത്തിനൊന്നും യാതൊരു കുറവില്ല, ആൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനെ എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കേണ്ട ഒരു അവസ്ഥ, അത് മറ്റുള്ളവരുടെ, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് വേറെയും തേർഡ് പാർട്ടി കണക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഭയക്കുന്നതാവാം. ഇതിനകത്ത് ഇല്ലാത്ത നിങ്ങളെ നിങ്ങളെ കൂടിച്ചേരുന്ന ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്. നിങ്ങളെ അസൂയ ഒരു തരം അസൂയയോടെ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ചില ഫാമിലി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടും ഫാമിലി ചില ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടും ആൾ അങ്ങനെ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആളിപ്പോൾ സ്നേഹമൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളോട് ഒത്തിരി ഇഷ്ടമാണ് ഇപ്പോഴും ആളുടെ ഒരു ഇവിടെ കണ്ടോ വേൾഡാണ് ആളുടെ ലോകം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ തന്നെയാണ്. ആൾ ഒരുപാട് നിങ്ങളെ തന്നെയാണ് സ്വപ്നം കാണുന്നത്. മാത്രം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത് മറ്റൊന്നുമല്ല, ഇതിനകത്ത് മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. പക്ഷെ അതിനെ മറികടക്കും ആൾ. എത്രയും പെട്ടെന്ന് ആൾ ഇതിനൊരു മാറ്റം കൊണ്ടുവരും നിങ്ങളുടെ വ്യക്തി കേട്ടോ. ഇപ്പോൾ ആൾ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും അത് ശരിയായി വരും. നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ടാവില്ല. നിങ്ങളെ ചില സാഹചര്യത്തിൽ ബ്ലോക്ക് ചെയ്ത് മാറി നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ എങ്ങനെയായാലും ശരി ഈ വ്യക്തിയിൽ വലിയൊരു മാറ്റം വരും കേട്ടോ. ഇനിയിപ്പോൾ ബ്ലോക്ക് ചെയ്തില്ലെങ്കിലും ശരി, ആളെ തീർച്ചയായിട്ടും ഇതിനൊരു നടപടി എടുക്കും നിങ്ങളുടെ കാര്യത്തിൽ തന്നെ കേട്ടോ. ഒരു മാറ്റം കൊടുക്കും. കാരണം ആൾക്ക് നിങ്ങൾ വേണം. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. ഒക്ടോബർ, എറണാകുളം, കോഴിക്കോട്, ഗൾഫ് രാജ്യം. 11/11 നിങ്ങൾ കാണുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. ജനുവരി, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. കാർത്തിക, ബ്യൂട്ടീഷ്യൻ, ഡാൻസ് അറിയുന്നവരായിരിക്കാം. തൃക്കേട്ട, കൊല്ലം, മകം, ഡ്രൈവർ, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. പർപ്പിൾ കളർ, ഓഗസ്റ്റ്, ലെറ്റർ പി ആണ് വന്നിരിക്കുന്നത്.
ബ്ലൂ കളർ, ബ്ലാക്ക് കളർ, വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാകാം. ഫെബ്രുവരി, മെയ് മാസം, ഭരണി നക്ഷത്രം, ലെറ്റർ ജെ ആണ് വന്നിരിക്കുന്നത്. കെ, ലെറ്റർ കെ, 28 ആണ് കേട്ടോ. 4, 50, ലെറ്റർ ടി ആണ് വന്നിരിക്കുന്നത്. 24, 20, 48, 38, 30, 36, 23 ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്